ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എന്ന് പറയുന്നൊരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവം കയറിയതിനു ശേഷം പർച്ചേസ് ചെയ്യാം. നമുക്ക് പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 2 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഓക്കെ, പർച്ചേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളിയിൽ പോയി നോക്കിയാൽ ഓക്കെ, അവിടെ ഒരു മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഷെൽഫിൽ കൊണ്ട് വയ്ക്കാനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഷെൽഫിൽ കൊണ്ട് കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് വേസ്റ്റിലിടണം, വേസ്റ്റ് ബോക്സ്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എടുക്കണം. അതേപോലെ തന്നെ വീണ്ടും ഒരു ഒന്ന് ഷെൽഫൊന്ന് ഇല്ലായിട്ടൊന്ന് വയ്ക്കുക. പിന്നെ അതേപോലെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് തിരിച്ചു കൊണ്ടുവരിക. പിന്നെ ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഇടാനുള്ളൊരു പറയുന്നുണ്ട്. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കടയും കാര്യങ്ങളൊക്കെ ഓപ്പണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിലായിട്ട് ഫസ്റ്റ് കസ്റ്റമറാണ്. അങ്ങനെ കസ്റ്റമറിലെ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പൈസ വാങ്ങിച്ചു, ബാക്കി ചേഞ്ച് കൊടുക്കുന്നു. അപ്പോൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കസ്റ്റമർ ഹാപ്പിയായിട്ട് വിടുന്നതാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഇതിലെ ജോലി. അപ്പോൾ നെക്സ്റ്റ് കസ്റ്റമർ വന്നായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനിയും കുറച്ച് പ്രൊഡക്റ്റും കൂടെ വാങ്ങണം. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം. 3.96 രൂപയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് കസ്റ്റമർ നല്ല കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓക്കെ, ക്രെഡിറ്റ് കാർഡാണല്ലോ. 9.94 തന്നെ വീണ്ടും. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമർ. ഇതിപ്പം കുറേ നേരം കസ്റ്റമർ വന്നുകൊണ്ടേ ഇരിക്കും തോന്നുന്നു. അതേപോലെ തന്നെ പാക്ക് ചെയ്യുന്നു, പൈസ വാങ്ങിച്ചു. പൈസയും കാര്യങ്ങളൊക്കെ തിരിച്ച് ഒരു പൈസ കാര്യങ്ങളൊക്കെ തിരിച്ച് കൊടുക്കുന്നു. ശേഷം നെക്സ്റ്റ് കസ്റ്റമർ ഇല്ലേ, കാണുന്നില്ല ഗൈസ്. അടുത്ത നെക്സ്റ്റ് കസ്റ്റമറിനെ കാണുന്നില്ല. അപ്പോൾ പുറത്തോട്ടൊക്കെ നോക്കുന്ന ഒരാൾ കസ്റ്റമർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ കസ്റ്റമറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡാണ്. ഓക്കെ, നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ഒരു പൈസയും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരാൾ ക്യാഷ് ഓക്കെ, ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ വീണ്ടും നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ ചെയ്ത് പാക്ക് ചെയ്തു ആളെ ഹാപ്പിയായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഓക്കെ, പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നോക്കി ബാങ്കിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, മാനേജ്മെൻറ്റിൽ നോക്കിയപ്പോൾ ലൈസൻസ്, ബില്ല്, ഗ്രോത്ത്, ഹെയറിങ്, പിന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കടയുടെ സൈഡിലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഓപ്പണല്ല, കുറച്ചും പൈസ കൊടുത്താലേ നമുക്ക് ഓപ്പണായി വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ക്യൂവും കാര്യങ്ങളൊക്കെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കസ്റ്റമർ ഹാപ്പിയാണല്ലോ നമ്മളുടെ ഒരു ഹാപ്പിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിനുശേഷം ചേഞ്ചും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം അടുത്തൊരു ക്രെഡിറ്റ് കാർഡാണ് ഗൈസ്. അപ്പോൾ ക്രെഡിറ്റ് അല്ലാതെ ഒരു പൈസ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത കസ്റ്റമർ വരുന്നുണ്ട്. അതേപോലെ ഇനിയും നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഗൈസ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ വീഡിയോ വേണമെങ്കിൽ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ പൈസ അടിച്ചു കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇത് 9 മണി വരെയാണ് ഈ ഒരു കട ഓപ്പൺ. ശേഷം നമുക്ക് ഈ കടയും കാര്യങ്ങളൊക്കെ ക്ലോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം 1 മണിയായിട്ടുള്ളൂ. ഓക്കെ, അടുത്ത കസ്റ്റമർ വന്നു. ഗൈസ് നമ്മൾ ഇപ്പോൾ $73 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ തിരിച്ച് ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പൈസ കൊടുത്തത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു.
ഓക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരുന്നില്ല. കുറച്ച് നേരം നമുക്ക് കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ നമ്മളിപ്പം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ കസ്റ്റമർ വന്നുകൊണ്ട് നമ്മളിപ്പം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ക്യാഷ് തിരിച്ച് ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ കറക്റ്റ് പൈസ കിട്ടി ഈ കസ്റ്റമറിനെയൊക്കെ കൊണ്ടുവന്നൂടെ, എനിക്ക് ഇത്ര പാടുണ്ടായിരുന്നു. ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത വീണ്ടും ഒരു തിരിച്ച് ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഓക്കെ ഇനിയിപ്പം കസ്റ്റമറൊന്നും കാണുന്നില്ല. ഓക്കെ നമുക്കിപ്പം കുറച്ച് സാധനങ്ങളെടുത്ത് വയ്ക്കണോ, വേണമെങ്കിൽ കട ക്ലോസ് ചെയ്തിട്ട് സാധനങ്ങളെടുത്ത് വയ്ക്കാം. ഇപ്പം വേണമെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് സാധനങ്ങളെടുത്ത് വയ്ക്കണമായിരിക്കും നല്ലത്. കുറച്ച് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കുറച്ചും കൂടെ കസ്റ്റമർ വരട്ടെ, എന്നിട്ട് പൈസയും കൂടെ ആയിട്ട് നമുക്ക് വയ്ക്കാം. ഇതിപ്പോൾ വയ്ക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കാം. കട ക്ലോസ് ചെയ്തിട്ട് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കസ്റ്റമർ വരട്ടെ എന്ന് വിചാരിക്കുന്നു. കസ്റ്റമറൊന്നും കുറവാണിപ്പോൾ വരെ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ 2 കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ ആ ഒരു കസ്റ്റമറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് അപ്പോൾ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ നെക്സ്റ്റ് ആൾ വന്നിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് ഇനിയിപ്പോൾ ആണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ പർച്ചേസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗൈസ് കുറച്ച് സാധനങ്ങളും കൂടെ പർച്ചേസ് ചെയ്യാം. നമുക്കിപ്പം കുറച്ച് സാധനം മതി, കുറച്ച് പൈസ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നത്. ഓക്കെ ഗൈസ് അപ്പോൾ സമയം ഇരുട്ടാറായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. വെട്ടമൊക്കെ കുറവാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ ഷെൽഫിനും സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ് നമ്മളിവിടെ ഒരു കുത്തമ്പിനാറ് പോലെ കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചധികം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇങ്ങനെ ഷെൽഫിലെല്ലാം റീഫിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ് ഇനി നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്തതിന് ശേഷം പ്രൈസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ നമുക്ക് ഇനി കുറച്ച് പ്രൊഡക്റ്റും കൂടെ ഉള്ളൂ, അപ്പോൾ അതൊന്നും കൂടെ റീഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതേപോലെ ഇനി ഇങ്ങനത്തെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒരു ഗെയിമിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇനി അടുത്ത ഏത് ഗെയിം പ്ലേ വീഡിയോ വേണമെന്ന്, അത് കളിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ് നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു മാവാണെന്ന് തോന്നുന്നു, മൈദാമാവായിരിക്കും ഗൈസ്, ആയിരിക്കാം. ഓക്കെ ഈ ഒരു നീല കളറൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ ഇതൊന്ന് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുകൊടുക്കാം. ഓക്കെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി പ്രൈസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പ്രൈസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ് നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 9 മണിയായതുകൊണ്ട് കസ്റ്റമറൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് കടയും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കടയും കാര്യങ്ങളൊക്കെ മൊത്തം ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്കൊന്ന് ഈ ഒരു ഡോറ് ലിപ്പാണ് ഞാൻ കാണുന്നത്, ഇത് ലോക്കാണല്ലേ. ഓക്കെ ഇതെനിക്ക് തോന്നുന്ന ആ ഒരു സ്റ്റോർ റൂമിൻ്റെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണുന്നവരെ അപ്പം ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ബൈ.